പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. പൾസർ സുനിക്ക് ജാമ്യം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത്. വിചാരണ കോടതിക്കും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. കേസിന്റെ വിചാരണ അനന്തമായി നീളുകയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ. പ്രധാന പ്രതിയായ നടന്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വിചാരണ ചെയ്തത് 87 ദിവസമാണ്. വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു എന്ന വാദത്തിന് പരിഗണന നൽകിയേ മതിയാകൂ എന്ന് സുപ്രീം കോടതി നിലപാട് സ്വീകരിച്ചു. ഇത് എന്തുതരം വിചാരണയാണെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും നടപടികൾ അനന്തമായി നീളാൻ കാരണക്കാരായതായും സുപ്രീം കോടതി വ്യക്തമാക്കി. കുറ്റാരോപിതനെതിരെ മുൻവിധികൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്നും ജാമ്യം അനുവദിക്കുകയാണെന്നും സുപ്രീം കോടതി അറിയിച്ചു. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമുണ്ടായേക്കുമെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയേക്കും. ഇക്കാര്യങ്ങൾ ഗൗരവകരമാണെന്ന് വിലയിരുത്തിയ സുപ്രീം കോടതി വിചാരണ കോടതിക്ക് ശക്തമായ വ്യവസ്ഥകൾ ജാമ്യത്തിന് ഏർപ്പെടുത്താമെന്നറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 2017 ഫെബ്രുവരിയിലായിരുന്നു കൊച്ചിയിൽ നടി കാറിൽ ആക്രമിക്കപ്പെട്ടത്. നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി കസ്റ്റഡിയിലും ജയിലിലുമായി കഴിയുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.